തറാവീഹ് നമസ്കാരത്തിന് നാം വളരെ വലിയ പ്രാധാന്യം നൽകണം. പല ആളുകളും കച്ചവടത്തിൻ്റെ പേര് പറഞ്ഞും മറ്റു പല പേരുകൾ പറഞ്ഞുകൊണ്ട് റമളാനിൽ തറാവീഹ് നമസ്കരിക്കാതെ അത് ഉപേക്ഷിക്കുന്ന ആളുകളാണ്. പലരും അല്പമാത്രം റക്അത്തുകളിൽ മാത്രം പങ്കെടുത്ത് പിന്നീട് ഇമാമിനെ ഉപേക്ഷിച്ച് പിരിഞ്ഞു പോകുന്നവരാണ്. വ്യത്യസ്തങ്ങളായ ന്യായങ്ങളാണ് അവർക്ക് പറയാനുള്ളത്. പക്ഷേ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന റജുല ഇദാ ഖാമ മഅൽ ഇമാമി ഹത്താ യൻസരിഫ് ഹുസിബ ലഹു ബഖിയ്യതു ലൈലതിഹി. ഏതെങ്കിലും ഒരു വ്യക്തി ഒരു ഇമാമിൻ്റെ കൂടെ ഇമാം നമസ്കാരത്തിൽ നിന്ന് പിരിയുന്നതുവരെ, അഥവാ പൂർണ്ണമായും ഇമാമിനെ പിരിയാതെ 4 റക്അത്ത് കഴിഞ്ഞോ 8 റക്അത്ത് കഴിഞ്ഞോ ഇമാമിനെ പിരിയാതെ പൂർണ്ണമായും ഇമാമിൻ്റെ കൂടെ നമസ്കരിച്ചാൽ ആ രാത്രിയിലുള്ള മുഴുവൻ സമയവും നമസ്കരിച്ചതിൻ്റെ പ്രതിഫലം ആ വ്യക്തിക്ക് ലഭിക്കുന്നതാണ്. മറ്റൊരു റിവായത്തിലുള്ളത് കുത്തിബലഹു ഖിയാമുലൈല, ഖിയാമുലൈൽ ആ വ്യക്തിയുടെ പേരിൽ അള്ളാഹു രേഖപ്പെടുത്തുന്നതാണ്, അഥവാ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് കച്ചവടക്കാരാകട്ടെ മറ്റ് ഏത് കാര്യമുള്ള ആളുകളാകട്ടെ, നമുക്കറിയാം ഇന്നത്തെ കാലത്ത് വളരെ കുറഞ്ഞ സമയമാണ് പള്ളികളിൽ ജമാഅത്തായി തറാവീഹ് നമസ്കാരം നിർവഹിക്കപ്പെടുന്നത്. അതെത്ര കുറച്ചാകട്ടെ ഇമാമിൻ്റെ കൂടെ പൂർണ്ണമായും നമസ്കരിക്കൽ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. റമളാനിൻ്റെ വളരെ വലിയ ഒരു അടയാളത്തിൽപ്പെട്ടതാണ്. മുസ്ലിം ഉമ്മത്തിലെ ഈമാനികമായ ആവേശത്തിൻ്റെയും ചൈതന്യത്തിൻ്റെയും ഒക്കെ ഒരു വലിയ അടയാളമാണ് രാത്രി നമസ്കാരം, റമളാനിൽ തറാവീഹ് നമസ്കാരം. അതുകൊണ്ട് അതിൽ പങ്കെടുക്കണം. പ്രത്യേകിച്ചും ഉലമാക്കൾ പറഞ്ഞത്, പൊതുവേ സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ചാണ് ഖൈറെങ്കിലും റമളാനിൽ പള്ളിയിൽ വെച്ചത് നിർവഹിക്കുന്നതിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. സ്വഹാബത്ത് മുതൽക്കേ നിലനിൽക്കുന്ന ചര്യയാണത് എന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ രാത്രി നമസ്കാരം ഒരിക്കലും ഉപേക്ഷിക്കരുത്.